ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ്. പാകിസ്ഥാൻ 750 കിലോമീറ്റർ ദൂരപരിധിക്ക് നോട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരുടെ എയർ സ്പേസ് ഷട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഫത്ത-3 എന്ന് പറഞ്ഞ ആ ഒരു മിസൈൽ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിൽ എയർ സ്പേസ് ക്ലോസ് ചെയ്തിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു ഇൻ്റലിജൻസ് ഇൻഫർമേഷനാണ്. ഇന്ത്യൻ ഡിഫൻസിന് കിട്ടിയതുകൊണ്ട് അവർ ഈ വാർത്ത ഇങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് രഹസ്യമായിട്ട് അവർ ഫത്ത-3 എന്ന് പറഞ്ഞൊരു മിസൈൽ പരീക്ഷണം നടത്തുന്നുണ്ട് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ ഇത് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം പാകിസ്ഥാൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ബലൂചിസ്ഥാനികളും പാകിസ്ഥാൻ ആർമിയും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ്റെ ഉള്ളിൽ ബലൂച്ച് മേഖലയിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷനെതിരെ നടത്തിയ ആക്രമണത്തിൽ 12ഓളം പാക് പോലീസ് ഉദ്യോഗസ്ഥർ, സെക്യൂരിറ്റി ഓഫീസേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇന്നലെ പാകിസ്ഥാൻ ബലൂചിസ്ഥാനികളുടെ മേളിൽ നടത്തിയ ആക്രമണത്തിൽ 49 ബലൂച്ച് ലിബറേഷൻ ആർമിയിൽപ്പെട്ട ആൾക്കാരെ വധിച്ചിട്ടുണ്ടെന്നാണ് പാക് ആർമി പറയുന്നത്. അപ്പോൾ അങ്ങനെ ബാക്ക് ടു ബാക്ക് കൺഫ്രണ്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ബലൂചിസ്ഥാനികൾ ഇനി പാക് ആർമിക്ക് മേളിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇനിയിപ്പം അവരുടെ ഊഴമാണ്. ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ വരും ദിവസങ്ങളിലോ ഇനി എവിടെ പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടത്. അതിൻ്റെ ഇടയ്ക്കാണ് പാകിസ്ഥാൻ്റെ ഫത്ത-3 മിസൈൽ പരീക്ഷണം. ഇന്ത്യയും ജപ്പാനും തമ്മിൽ യൂണിക്കോൺ വാർഷിപ്പുകളുടെ യൂണിക്കോൺ ആൻറ്റന ജോയിൻറ്റ് വെഞ്ചറിൽ തീരുമാനിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നെക്സ്റ്റ് ലെവൽ ചർച്ച നടത്തി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് ഇന്ത്യയും ജപ്പാനും ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ബീജിങ്ങിനെതിരെയാണ്, ചൈനയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഇൻഡോ പസഫിക്കിലെ അഗ്രസീവായിട്ടുള്ള നീക്കങ്ങൾ, പ്രത്യേകിച്ച് ചൈന ഇൻഡിപെൻഡൻ്റ്ലി നടത്തുന്ന നീക്കങ്ങളെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ത്യയും ജപ്പാനും പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ചൈനയുടെ ഇടപെടൽ ഇൻഡോ പസഫിക് റീജിയനിൽ ഫ്രീഡം ഓഫ് നേവിഗേഷനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ചൈന നടത്തുന്ന എല്ലാ പ്രവൃത്തികളെയും ഇന്ത്യയും ജപ്പാനും ഒരുമിച്ച് കണ്ടംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ന്യൂ ട്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി, അത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടത് കാർബൺ എമിഷനെ കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളിലേക്ക് ഫോക്കസ് ചെയ്ത് 2021 മുതൽ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഒരു ഇലക്ട്രോഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രോഡിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഇലക്ട്രോഡ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അഡ്വാൻസ്ഡ് ഇലക്ട്രോഡ്സ് ആൻഡ് സ്റ്റാക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മോർ എഫിഷ്യൻ്റ് ആയിട്ട് ചീപ്പർ കോസ്റ്റിൽ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് അവകാശപ്പെടുന്നത്. ഈ കമ്പനി ഓൾറെഡി തന്നെ ഏതാണ്ട് 6.3 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നേടിയിട്ടുമുണ്ട്. ന്യൂ ട്രേസ് എന്നാണ് കമ്പനിയുടെ പേര്. ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അതുപോലെ DRDO ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഒരു മൾട്ടി മോഡൽ AI ആപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ ഫേക്ക് ന്യൂസുകളെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് കളയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ആപ്പാണിത്. ഇതൊരു ഹൈബ്രിഡ് നെറ്റ് മൾട്ടി മോഡൽ നെറ്റ്വർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ്. ഡിസൈൻഡ് ടു ഡിറ്റക്ട് ഫേക്ക് ന്യൂസ്, ഐഡൻറ്റിഫൈയിങ് ബിറ്റ്വീൻ മിസ്മാച്ചിങ് ടെക്സ്റ്റ്, അക്ഷരത്തെറ്റുകൾ വരെ കൃത്യമായിട്ട് കണ്ടെത്തും. അതേപോലെ ഇമിറ്റേറ്റഡ് ന്യൂസ് അതും കണ്ടെത്തും. അപ്പോൾ ഇത് മിസ്ഇൻഫർമേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശക്തമായ രീതിയിൽ ഈ ആപ്പ് പ്രവർത്തിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇത് DRDOയുടെയും കൂടി സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന ആപ്പാണ്. അപ്പോൾ അതിൻ്റെ റിലയബിലിറ്റിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ DRDOയ്ക്ക് എഴുതുക. DRDOയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് കാര്യങ്ങൾ പരിശോധിക്കുക. പാകിസ്ഥാൻ അസംബ്ലി ഫോർമലായിട്ട് അസീം മുനീറിന് ഒരു ഫുൾ റൈറ്റ് കൊടുത്തിരിക്കുകയാണ്. അസീം മുനീറിൻ്റെ എക്സ്പാൻഡഡ് മിലിറ്ററി കൺട്രോളിനെ കുറിച്ചുള്ള റൈറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള പെർമിഷനാണ് അസംബ്ലി ഫോർമലൈസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ സിലിഗുരി ബോർഡറിൽ ബോർഡർ സെക്യൂരിറ്റി, ഫെൻസിങ് ഇതെല്ലാം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സിലിഗുരി ബോർഡറിൽ ചൈന 700 നേവൽ ഓഫീസേഴ്സിനെ സൂയസ് കനാലിൻ്റെ അടുത്ത് ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. സോമാലിയയും പാകിസ്ഥാനും തമ്മിലുള്ള ഡിഫൻസ് പുഷിനെ തുടർന്നാണ് ചൈന ഇത്തരത്തിൽ 700 പേരെ സൂയസ് കനാലിൻ്റെ ഭാഗത്ത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. വരുന്ന സെപ്റ്റംബർ 18 മുതൽ അമേരിക്കയുടെ സിറ്റിസൺഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗ്രീൻ കാർഡ് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വൈസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ US ഉള്ളിൽ ഓൾറെഡി താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ലീഗലി
US-ൻ്റെ പെർമനൻറ്റ് റെസിഡൻ്റായിട്ട് മാറാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന രീതികളെക്കുറിച്ചുള്ള പുതിയ നോംസ് ഉടനെ പുറത്തിറങ്ങും. അതിനൊരു ഫോം തന്നെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ത്രൂ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇന്ത്യയുടെ ഫോറിൻ ഡിഫൻസ് പ്രോഡക്റ്റിൻ്റെ പ്രൊക്യൂർമെൻറ്റ്, നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്നും ഡിഫൻസിന് വേണ്ടിയിട്ട് നടത്തുന്ന പർച്ചേസ് 12% കുറഞ്ഞിട്ടുണ്ട്. ഇറ്റ് മീൻസ് നമ്മൾ അത്രത്തോളം ഇന്ത്യക്കുള്ളിൽ തന്നെ ആ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യക്കുള്ളിൽ നിന്നും പർച്ചേസിങ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു 12% കുറവ് ഔട്ട്സൈഡ് പർച്ചേസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയുടെ ആ ഒരു സ്വയം പര്യാപ്തതയിലേക്കുള്ളൊരു പോക്ക്, അതിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആ മേഖലകളിൽ ഇനിയും കൂടുതൽ നമ്മൾ ആക്സലറേറ്റ് ചെയ്ത് പോകേണ്ടതുണ്ട്. ഥലീഷ എയറോസ്പേസ് റിസർച്ച് എന്ന് പറഞ്ഞ കമ്പനി കൽപ്പന മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റീയൂസബിൾ ഹൈബ്രിഡ് റോക്കറ്റ് പ്രോഗ്രാമാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നിരവധി രാജ്യങ്ങൾ ഇപ്പം ഈ റീയൂസബിൾ റോക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പരീക്ഷണം നടത്തി വിജയിച്ചിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ചൈന, ജപ്പാൻ, അതുപോലെ അമേരിക്ക, നിരവധി രാജ്യങ്ങളിൽ ഇതിൻ്റെ പുറകിലുണ്ട്. ഇന്ത്യയും അതിലേക്ക് തന്നെയാണ് നടന്ന് നീങ്ങുന്നത്. ഇന്ത്യക്കുള്ളിൽ ഈ റോക്കറ്റ് നിർമ്മിക്കാനുള്ള ടെക്നോളജി ഓൾറെഡി ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണ്. ഒരു റോക്കറ്റിൻ്റെ നോസൽ ഒപ്റ്റിമൈസേഷൻ്റെ ടെസ്റ്റിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഓരോ ടെസ്റ്റിങ്ങിലും ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പ്രൈം മിനിസ്റ്റർ മോദി ജപ്പാന്റെ ഡിഫൻസ് മിനിസ്റ്റർ കോയിസുമിയുമായിട്ട് ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ജപ്പാനെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കുള്ളിൽ നടത്തുന്ന മാനുഫാക്ചറിങ് എല്ലാം തന്നെ അതിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണ് നടത്തിയത്. നിരവധി വിഷയങ്ങൾ രണ്ടുപേരും തമ്മിൽ ചർച്ചയായിട്ടുണ്ട്. ജപ്പാൻ ഇന്ത്യയുമായിട്ട് ചേർന്ന് ശക്തമായ രീതിയിൽ ഡിഫൻസ് മേഖലയിലും അതേപോലെ തന്നെ മറ്റുള്ള ഷിപ്പ് ബിൽഡിംഗ് മേഖലകളിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ ധാരണയായിട്ടുണ്ട്. ഇന്ത്യയും ഇസ്രായേലും കൂടി ചേർന്നിട്ട് ജമ്മു ആൻഡ് കശ്മീർ ഭാഗത്ത് ഒരു എയർ ബേസ് നിർമ്മിക്കാൻ, മിലിറ്ററി എയർ ബേസ് നിർമ്മിക്കാൻ ധാരണയായിട്ടുണ്ടെന്നുള്ള വാർത്ത മറ്റൊരു രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ച് വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും വലിയ രീതിയിൽ സങ്കടപ്പെടുന്ന ഒരു രാജ്യം പാകിസ്ഥാനാണ്. തീർച്ചയായിട്ടും ഈ വിഷയം കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. ജമ്മു ആൻഡ് കശ്മീരിൻ്റെ ഉള്ളിൽ ഇസ്രായേലും ഇന്ത്യയും കൂടി ചേർന്നിട്ട് ഒരു മിലിറ്ററി എയർ ബേസ് സ്ഥാപിക്കുന്നുണ്ട്. ശരിക്കും പാകിസ്ഥാൻ ഞെട്ടലിലാണ്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.